ഈ കൊച്ചനുജന്റെ ജീവൻ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിയില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണപ്പെട്ടു പോകും. മരണത്തെ മുഖാമുഖം കാണുന്ന ഈ കൊച്ചനുജനെ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കും. എൻ്റെ മോനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കരുത് ആരും. എൻ്റെ മോനെ ആരും കൈവിടല്ല. എൻ്റെ മോനെ എനിക്ക് വേണം. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മോനാന്ന്. എൻ്റെ മോനെ ആരും കൈവിടല്ലേ. എൻ്റെ മോനിക്ക് ഒരു ബാത്റൂമിൽ പോകാൻ പോലും വയ്യ. ഖുർആൻ മനപ്പാടാക്കി കുറെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് ഇങ്ങനെ എല്ലാവരും സഹായിക്കണം. സമയങ്ങളിലൊക്കെ ബ്ലഡ് ഛർദ്ദിച്ച് വളരെ ഗുരുതര സാഹചര്യത്തിലാണ് ഈ പിതാവ് വളരെ വിങ്ങലോടുകൂടി നമ്മളോട് പറയുന്നത്, എൻ്റെ മോന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഖുർആൻ മനപ്പാടമാക്കി ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. എൻ്റെ മോന്റെ സങ്കടം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ മോനിക്ക് വേണ്ടി നിലവിൽ ലക്ഷക്കണക്കിന് രൂപ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഈ ഒരു 60 ലക്ഷം ഞാനോ എൻ്റെ ബന്ധപ്പെടുന്ന ആളുകളോ വിചാരിച്ചാൽ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് എൻ്റെ മോന്റെ സങ്കടം ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ കൂടപ്പുറപ്പുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ വേദനയോട് നമ്മളോട് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു പിതാവിന്റെ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകല്ലേ പ്രിയപ്പെട്ടവരെ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കർണാടക കൊടക് ജില്ലയിലെ കുശാൽ നഗർ സൊണ്ടിക്കൊപ്പ കമ്പിവേണ എന്ന പ്രദേശത്ത് താമസിക്കുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള ആബിദ് എന്ന് പറയുന്ന കൊച്ചനുജൻ ഒരുപാട് ജീവിത സ്വപ്നത്തോടെ ഖുർആൻ മനപ്പാടമാക്കണം, ദീനിൽ ഉന്നത പഠനം നേടി ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഹിഫ്ള് ഖുർആൻ മംഗലാപുരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലെൻസിന് തകരാറ് സംഭവിച്ച് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓക്സിജൻ മെഷീന്റെ സഹായത്തോടെ ശ്വാസം നിലനിർത്തി ജീവിക്കുന്നത്. വളരെ എമർജൻസിയായി ലെൻസ് മാറ്റിവെച്ചില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണപ്പെട്ടു പോകും. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ. 60 ലക്ഷം രൂപ അടിയന്തരമായി കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നിലവിൽ MGM ചെന്നൈ ഹോസ്പിറ്റലാണ് ചികിത്സ. ആബിദിന്റെ സഹോദരന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നു. ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ നിങ്ങൾക്ക് പണം അയക്കാൻ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ QR കോഡ് വഴിയോ നേരിട്ട് അക്കൗണ്ടിലേക്കോ സെൻഡ് ചെയ്ത് ഒന്ന് കരുണ കാണിക്കണം. ഓരോ നിമിഷം വൈകുന്തോറും ആരോഗ്യനില വഷളാവുകയാണ്. വളരെ പെട്ടെന്ന് ലെൻസ് മാറ്റി വെച്ചില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വഷളായി ചിലപ്പോൾ ഹാർട്ട് സഹിതം മാറ്റേണ്ട ഒരു സാഹചര്യത്തിലായി മാറുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വളരെ സങ്കടകരമായ അതീവ ഗുരുതരപരമായ ഒരു അവസ്ഥയാണ്. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരണേ. ആരോഗ്യനില വഷളായി ലെൻസ് മാറ്റിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നാം കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥനയിലാണ് ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി ആബിദ് എന്ന് പറയുന്ന കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹായ അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ളൊരു ವಿಶ್ವಾಸത്തോടെ ಪ್ರಾರ್ಥನೆಯೋടെ ಇಲ್ಲಿ ನೆರೆದ್ರು ಎಲ್ಲ ಗ್ರಾಮಸ್ಥರೇ ಏನಂತ ಹೇಳಿದ್ರೆ ಈ ಆಬಿದ್ ಅಂತ ಹೇಳೋ ಮಗುದು ಈ ಒಂದು ಕಾಯಿಲೆ ನಮಗೆ ಒಂದು ಮನಸ್ಸು ನೋವಂತೆ. ಒಂದು ಏನಂತ ಹೇಳಿದ್ರೆ ಇದು ಎಲ್ಲಿ ಯಾವ TV ಮೂಲಕನೋ ಯಾವುದ್ರ ಮೂಲಕ ನೋಡಿದ್ರು ನೀವೆಲ್ಲರೂ ಒಂದು ನಿಮ್ಮ ಕೈಲಿ ಆಗುವಷ್ಟು ಒಂದು ಸಹಾಯ ಮಾಡಿ ಈ ಮಗುವನ್ನು ಏನು ಖರ್ಚಿದೆ ಅದನ್ನ ನೀವೆಲ್ಲರೂ ಯಾವುದಾದ್ರೂ ತರದಲ್ಲಿ ಹೆಲ್ಪ್ ಮಾಡಿ ಆ ಮಗುನ ಒಂದು ರಕ್ಷಣೆ ಕೊಡ್ಲಿಕ್ಕೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಎಲ್ಲರಿಗೂ ನನ್ನ ಹೃದಯಾಂತರಾಳದ ನಮಸ್ಕಾರಗಳು. ಎಲ್ಲ ನನ್ನ ಸಹೋದರ ಸಹೋದರಿಯರೇ, ನಮ್ಮ ಕಂಬಿಬಾಣದಲ್ಲಿ ವಾಸಿಸುವಂತಹ ಹಾಶಿಮ್ ಎಂಬವರು ಎಲ್ಲ ಸಮಾಜದೊಂದಿಗೆ ಜಾತಿ ಧರ್ಮ ಭೇದವಿಲ್ಲದೆ ಉತ್ತಮವಾಗಿ ಬದುಕುತ್ತಿದ್ದಂತಹ ಒಂದು ಉತ್ತಮ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ ಹಾಶಿಮ್ ಎಂಬವರು. ನಾನು ಸುಮಾರು 4 ವರ್ಷ ಈ ಕಂಬಿಬಾಣೆಯ ಮಸೀದಿಯಲ್ಲಿ ಖತೀಬಾಗಿ ಕೆಲಸ ಮಾಡಿದಂತಹ ವ್ಯಕ್ತಿ. ಈಗ ತಾನೇ ಚೆನ್ನೈನಲ್ಲಿರುವಂತಹ ಹಾಸ್ಪಿಟಲಿನಿಂದ ವ್ಯಕ್ತವಾಗಿದೆ ಅವರ ಲೆನ್ಸ್ಗೆ ತುಂಬ ಆಘಾತವಾಗಿದೆ. ಆದುದರಿಂದ ಅವರ 2 ಲೆನ್ಸನ್ನು ಬದಲಾವಣೆ ಮಾಡಬೇಕು ಎಂದು ಅಲ್ಲಿಯ ವೈದ್ಯರು ತೀರ್ಮಾನವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಅದಕ್ಕೆ ಬೇಕಾಗಿ ಲೆನ್ಸ್ ಬದಲಾವಣೆ ಮಾಡಕ್ಕೆ ಮಾತ್ರ 60 ಲಕ್ಷ ರೂಪಾಯಿಯ ಅವಶ್ಯಕತೆ ಇದೆ. ಇನ್ನು ಇತರ ಖರ್ಚುಗಳು ಒಂದು 10 ಲಕ್ಷ ರೂಪಾಯಿಯ ಖರ್ಚುಗಳಿವೆ. ಈ ರೀತಿಯಲ್ಲಿ ಒಂದು 70 ಲಕ್ಷ ರೂಪಾಯಿಯ ಅವಶ್ಯಕತೆ ಇದೆ. ಆದುದರಿಂದ ಇಲ್ಲಿಯ ತನಕ ಯಾರ ಮುಂದೆಯೂ ಬೇಡಿಕೊಳ್ಳದಂತಹ ಸ್ವಾಭಿಮಾನದಿಂದ ಬದುಕಿದಂತಹ ಹಾಶಿಮ್ ಈಗ ನಮ್ಮ ಮುಂದೆ ಸಮಾಜದ ಮುಂದೆ ಬಂದು ಅವರು ಸಹಾಯ ಹಸ್ತವನ್ನು ಕೇಳುತ್ತಿದ್ದಾರೆ. ಆತ್ಮೀಯ ನಮ್ಮ ಕಂಬಿಮಾಣದ ಗ್ರಾಮಸ್ಥರೇ, ನಾನು ನೆರೆಯ ಚಟ್ಟಳ್ಳಿ ಗ್ರಾಮದವನು.
ಇವತ್ತು ಮಧ್ಯಾಹ್ನ ಹಾಶಿಮರು ನಮ್ಮನ್ನು ಭೇಟಿ ಮಾಡಿದಾಗ ನನ್ನ ಮಗುವಿಗೆ ಈ ರೀತಿಯ ತೊಂದರೆ ಇದೆ ಅಂದಾಗ ಮನಸ್ಸು ಕಿತ್ತು ಬರುವಂಥ ಒಂದು ನನಗೆ ದುಃಖವಾಯಿತು. ಅದಕ್ಕೆ ಈ ಟೈಮಿಗೆ ಇಲ್ಲಿ ಪ್ರಮುಖರು ಬರ್ತಾರೆ ಅಂತ ಹೇಳೋದಕ್ಕೆ ನಾವು ಬಂದಿದ್ದೀವಿ. ಎಲ್ಲರೂ ಸೇರಿ ಈ ಮಗುವಿನ ಜೀವನ ಉಳಿಸಕ್ಕಾಗಿ ಈ ನಮ್ಮ ಎಲ್ಲ ಕಡೆ ಎಲ್ಲ ವರ್ಗದವರು ಎಲ್ಲ ಜನರು ಸೇರಿ ಈ ಒಂದು ಸಹಾಯ ಮಾಡಬೇಕು ಅಂತ ನಾನು ಇವರ ಸಮ್ಮುಖದಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ಹಾಗೂ ನಮ್ಮ ಕೈಲಾದ ಸಹಾಯವನ್ನು ನಾವು ಹಾಸಿಮವರಿಗೆ ಮಾಡ್ತೇವೆ. ಎಲ್ಲರೂ ಸೇರಿ ಈ ಮಗುವಿನ ಜೀವನವನ್ನು ಮುಂದಕ್ಕೆ ನಾವು ಬೆಳಗಿಸಬೇಕು. ಅದಕ್ಕೆಲ್ಲರೂ ಸಹಾಯ ಮಾಡಿ ಅಂತ. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ನನ್ನ ಹೆಸರು ಲವಾಶಾಂತಪ್ಪ ಕಂಬಿಬಾಣೆ. ನಾನು ಈ ಅಭಿದು ನೇರಮನೆಯವನು. ಒಬ್ಬ ಮಾಜಿ ಸೈನಿಕನಾಗಿ ನಾನು ಹೇಳ್ತಾ ಇರೋದೇನೆಂದರೆ, ಈ ಜಗತ್ತಿನ ಮಣ್ಣಿನ ನೆಲಗಟ್ಟದ ಮೇಲೆ ಎರಡು ಧರ್ಮ, ಎರಡೇ ಜನ, ಒಂದು ಹೆಣ್ಣು ಒಂದು ಗಂಡು. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಕಂಡಾಗ ಒಂದು ಮನುಷ್ಯನ ಜೀವ ಉಳಿಸೋದು ಭಾರಿ ಮುಖ್ಯ. ಆ ಮಗು ಇವತ್ತು ಆರಿಫ ಮತ್ತು ಆಸ್ಮಾ ಅವರ ಮಗ, ಇವನ್ನೇ 60 ಲಕ್ಷ ರೂಪಾಯಿನ ಖರ್ಚಂತ ಅವರ ಇದಿದೆ, ಹಾಸ್ಪಿಟ್ಲಿಗೆ ಹೇಳಿದ್ದಾರೆ. ನಮಸ್ತೆ, ನನ್ನ ಹೆಸರು ಸೌಮ್ಯ ಅಂತ ಇದೆ, ಕಂಬಿಬಾಣೆ ನಿವಾಸಿ. ನಾ ಇಲ್ಲಿ ಬಂದು ಒಂದು 12 ವರ್ಷ ಆಯಿತು. ಅವತ್ತಿಂದ ನನಗೆ ಆಸಿಮ್ ಕಾಕಾಗಿರ್ಬೋದು ಇವ್ರನ್ನ ಪರಿಚಯ ಇದೆ. ಅಲ್ಲಿಂದನೂ ಮಗು ಕಷ್ಟಪಡ್ತಾನೆ ಬೆಳೆದಿದ್ದಾನೆ, ಹುಷಾರಿಲ್ಲ ಅಂತ. ಆದರೆ ಈಗ ಚಿಕಿತ್ಸೆ ಕೊಡಿಸುವಾಗ ಗೊತ್ತಾಗಿದೆ ಲಂಗ್ಸ್ ಪ್ರಾಬ್ಲಮ್ ಇದೆ ಅಂತ. ದಯವಿಟ್ಟು ನೀವೆಲ್ಲ ಸೇರಿ ಕೈ ಜೋಡಿಸಿ ಆ ಮಗು ಜೀವನ, ಅದೊಂದು ಬೆಳಕನ್ನು ನಾವು ಬೆಳಗಿಸ್ಬೇಕು ಅಂತ ನಾನು ನಿಮ್ಮ ಜೊತೆ ಎಲ್ಲ ಜೊತೆ ಕೇಳ್ಕೊತಾ ಇದ್ದೀನಿ. ಯಾರ್ಯಾರು ನೋಡ್ತಾ ಇದ್ದೀರಾ, ನಿಮ್ಮಲ್ಲಿ ಆದಷ್ಟು ಸಹಾಯ ಮಾಡಿ ಆ ಮಗು ಜೀವ ಉಳಿಬೇಕು. ಯಾಕಂದರೆ ಅದು ಇನ್ನೂ ಬೆಳೆದು ಬಾಳ್ಬೇಕಾಗಿರೋ ಮಗು. ಆ ತಂದೆ ತಾಯಿ ಕಣ್ಣೀರು ನಮ್ಮನ್ನ ಆದಷ್ಟು ಚುಚ್ತಾ ಇದೆ, ಅದು ಇಲ್ಲದಂತ ಆಗಬೇಕು. ಆ ಮಗು ನಾಳೆ ದಿನ ದೊಡ್ಡವನಾಗಿ ಬೆಳೆದು ಆ ತಂದೆ ತಾಯಿನ ನೋಡ್ಕೊಳ್ಳೋಂಥವ್ನಾಗಬೇಕು. 4 ಜನರ ಮುಂದೆ ನಕ್ಕೊಂಡು ಬದುಕುವಂಥವ್ನಾಗಬೇಕು. ಅದರಿಂದ ನಾವೆಲ್ಲರೂ ಕೈ ಜೋಡಿಸೋಣ, ನಾವೆಲ್ಲ ಸೇರಿ ಆ ಮಗುನ ಆರೋಗ್ಯವನ್ನು ನಾವು ಮತ್ತೆ ಅವನಿಗೆ ತಂದು ಕೊಡೋಣ ಅಂತ ನಾನು. ಚೆನ್ನೈ ದೊಡ್ಡ ಒಂದು ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಡಾಕ್ಟ್ರು ಚಿಕಿತ್ಸೆ ಪಡೆದಾಗ ಆ ಚಿಕಿತ್ಸೆಗಾಗಿ 60 ಲಕ್ಷ ರೂಪಾಯಿ ಶಿಕ್ಷೆ ವೆಚ್ಚ ಆಗುತ್ತೆ ಅಂತೇಳಿ ಅವರು ಹೇಳಿದ್ದಾರೆ. ಈ ಕೊಡಗಿನ ಜನ ಮತ್ತು ಕರ್ನಾಟಕದ ಜನ, ಕೇರಳ ಜನ, ತಮಿಳುನಾಡಿನ ಜನ ಎಲ್ಲರೂ ಈ ಒಂದು ಮಗುವಿಗೆ ಜಾತಿ ಭೇದ ಮರೆತು ಒಂದು ಕೈಯಲ್ಲಾಗುವ ಧನ ಸಹಾಯ, ಅಷ್ಟು ಇಷ್ಟು ಅಂತೆಲ್ಲ ತಮ್ಮ ಕೈಯಲ್ಲಿ ಎಷ್ಟಾಗುತ್ತೆ ಅದನ್ನು ನೀವು ಕೊಟ್ಟು ಒಂದು ಜೀವವನ್ನು ಉಳಿಸ್ಬೇಕು ಅಂತೇಳಿ ಎಲ್ಲ ಸಮಸ್ತ ನಾಗರಿಕರ ಹತ್ರ ನಾವು ಬೇಡ್ಕೊಂಡು ಮನವಿ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಅದೇ ಥರ ನಮ್ಮ ಮುಸ್ಲಿಂ ಸಮುದಾಯದವರು ಸಮೇತ ದಾನ ಬಹಳ ದೊಡ್ಡ ದಾನ, ಅದರಲ್ಲಿ ನೀವು ಈ ಒಂದು ಜೀವದಾನ ಮಾಡಿ ಅಂತೇಳಿ ನಮ್ಮ ಸಮುದಾಯದರ ಹತ್ರನೂ ನಾವು ಕೇಳಿಕೊಂಡು ಈ ಒಂದು ಚಿಕಿತ್ಸೆ ಆದಷ್ಟು ಬೇಗ ಆಗಬೇಕು. ಅದಕ್ಕೆ ತಾವೆಲ್ಲರೂ ಕೈ ಜೋಡಿಸ್ಕೊಂಡು ಆದಷ್ಟು ಸಹಾಯ, ಅಷ್ಟು ಇಷ್ಟು ಅಂತಲ್ಲ, ತಮ್ಮ ಕೈಯಲ್ಲಾಗುವ ಸಹಾಯವನ್ನು ಮಾಡಿ 60 ಲಕ್ಷ ರೂಪಾಯಿ ಆ ಮಗುವಿನ ಜೀವ ಉಳಿಸೋಕ್ಕೆ ಬೇಕಾಗುತ್ತೆ. ಅದು ನಿವಾಸಿಯಾದ ಹಾಸಿಮ್ರವರ ಮಗ ಆಬಿದ್ರವರಿಗೆ ಇವಾಗಲೇ ಲೆನ್ಸ್, ಟೋಟಲ್ ಲೆನ್ಸೇ ಹೋಗಿರುತ್ತದೆ. ಅಲ್ಲದೆ ಅದರಿಂದ ಹಾರ್ಟಿಗೂ ಪ್ರಾಬ್ಲಮ್ ಇದೆ ಎಂದು ವೈದ್ಯರು ಹೇಳಿದ ಕಾರಣದಿಂದಾಗಿ ಅದರ ವೆಚ್ಚ ಅದು ಚೇಂಜ್ ಮಾಡಲೇಬೇಕು. ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಆಪ್ರೇಷನ್ ಮಾಡಿದರೂ ಸರಿಯಾಗಲ್ಲ, ಲೆನ್ಸನ್ನು ಚೇಂಜ್ ಮಾಡಬೇಕಂತ ಹೇಳಿದ ಕಾರಣ 60 ಲಕ್ಷ ರೂಪಾಯಿ ಅದಕ್ಕೆ ವೆಚ್ಚ ಬರುತ್ತೆ. ಇವ್ರ ಕೈಯಲ್ಲಿ ಏನೂ ಇಲ್ಲ, ಅತಿ ಬಡವರಾದ ಕಾರಣ ನಾವೆಲ್ಲರೂ ಸಹಾಯ ಮಾಡಿದರೆ 60 ಲಕ್ಷ ദൊഡ്ഡ വിഷയമൊന്നും അല്ല. ഈ നാട് മുഴുവൻ വളരെ വേദനയോടുകൂടി നിറക്കണ്ണുകളോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് 23 വയസ്സ് മാത്രം പ്രായമുള്ള ആബിദ് എന്ന് പറയുന്ന കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പ്രതീക്ഷയുമായിട്ടാണ്. ഈ വീഡിയോ കാണുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ എമർജൻസിയായി എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം. ആ കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ 60 ലക്ഷം രൂപ നമ്മൾ അടിയന്തരമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായി ലെൻസ് മാറ്റിവെച്ചില്ലെങ്കിൽ ചിലപ്പോൾ മരണത്തിലേക്ക് പോലും എത്താനുള്ള സാധ്യത ഏറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കും, നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.